നിങ്ങൾ ഡയറി എഴുതാറുണ്ടോ? ഡയറി എഴുതിയതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 10 വർഷമായി ഡയറി എഴുതുന്നുണ്ട്. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ വിട്ടുപോകും. പക്ഷേ എൻ്റെ ലൈഫിൽ നടന്ന ഒരു ചലഞ്ചിങ് എക്സ്പീരിയൻസ് വന്ന ശേഷം ഞാൻ ആ ഡയറി സ്ഥിരമായിട്ട് എഴുതും. ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഡിസംബറോ ഈ വർഷം ആദ്യം എന്തോ ആണ് ഒരു ആളുടെ ബന്ധത്തിൽ ഒരാളുടെ കയ്യിൽ നിന്ന് എൻ്റെ ഭർത്താവ് കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് അത് കൊടുക്കാൻ താമസിച്ച്. എൻ്റെ ഭർത്താവ് വാങ്ങിച്ച് എനിക്കല്ല ആ പൈസ തന്നത്, അയാളെ ബന്ധത്തിൽ അടുത്ത ഒരാൾക്ക് തന്നെ കൊടുത്തത്. അയാൾ കൊടുക്കാത്തതുകൊണ്ട് ഇയാൾ ഇന്ന് ഭർത്താവിനോട് ചോദിച്ചു. വീട്ടിൽ കയറി വന്ന് അയാൾ മുമ്പ് കണ്ണൂരായിരുന്നു ജോലി. കണ്ണൂർ ജോലി ആയതുകൊണ്ട് ഗുണ്ടകളുമായിട്ടൊക്കെ ഭയങ്കര പരിചയമാണ്. ഭാര്യയെ എന്നെ ഗുണ്ടകളെ കൊണ്ട് പീഡിപ്പിക്കും, ഭർത്താവിനെ കൊല്ലും, എന്നെ കൊല്ലും എന്നൊക്കെ ഭീഷണി വെപ്പിട്ട് പോയി. ഞാൻ പിറ്റേ ദിവസം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാളൊരു അവശനായ ഒരാളാണ്, ആരോഗ്യമൊന്നും തീരെ ഇല്ലാത്തതുകൊണ്ട് കേസൊന്നും കൊടുത്തില്ല. എല്ലാ കാര്യവും പറഞ്ഞ് പോലീസ് ഫോൺ നമ്പർ തന്നു, അയാളെ ഫോൺ നമ്പർ, അയാളെ പോലീസ് സ്റ്റേഷനിലെ നമ്പർ. പിന്നെ നമ്മൾ പറഞ്ഞ് കണ്ണൂരാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്, പേ ആണെന്നൊക്കെ പറഞ്ഞപ്പം കണ്ണൂരിലെ പോലീസ് സ്റ്റേഷനിലെ നമ്പരും തന്നു. എല്ലാം അയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാളുമായിട്ട് നമുക്ക് വാട്സാപ്പിൽ സംസാരിക്കാനുള്ള എല്ലാ സജ്ജീകരണവും തന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ദിവസം പോലും വിടാതെ എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെതായ എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡയറി ഉപയോഗിക്കാറുണ്ട്. നമ്മളിപ്പോൾ തമാശയായിട്ട് പോലും ഒരാൾ നമ്മളെ കൊല്ലും, തിന്നും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ പോലും അതുപോലും ഞാൻ ആരാണ് പറഞ്ഞത്, ആരാണ് എന്തിനു പറഞ്ഞു എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് ഡയറിയിൽ ഞാൻ ഓരോ ദിവസവും അത് എഴുതി വയ്ക്കാറുണ്ട്. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ശത്രുക്കളൊക്കെ കൂടുമ്പം എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് ആ കൊട്ടേഷൻ വന്നത്, ഏത് നാട്ടിൽ നിന്നാണ് കൊട്ടേഷൻ വന്നതെന്നും ആ നാട്ടിലുള്ളവരുടെ ആരെയൊക്കെ ഫോൺ നമ്പർ പരിശോധിക്കണമെന്നും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ആ ഡയറിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിച്ചാലും അതിനൊരു തെളിവായി. അതുകൊണ്ട് എല്ലാവരും ഡയറി എഴുതാൻ പഠിക്കണം. നമ്മൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല.